എല്ലാവർക്കും വിമൻസ് ഡേ ആശംസകൾ, വനിതാ ദിന ആശംസകൾ. ഇത് പപ്പായ. ഇതിൻ്റെ ഒരു തോരൻ എന്ന് പറയും, ഉപ്പേരി എന്ന് പറയും. ഇതുണ്ടാക്കാൻ ഇന്ന് നമ്മളെ മുറ്റത്ത് തന്നെ ഇതിന് മരമുണ്ട്. അത് മരം ഒന്ന് കാണിച്ചു നോക്കാം. അവിടെ കാണിച്ചു കൊടുത്തില്ലേ മരം? ഇതിന് മുമ്പിൽ നട്ടൊരു മരമാണ് പപ്പായൻ്റെ. അതിൽ ഇഷ്ടംപോലെ പപ്പായ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പപ്പായൻ്റെ ഉപ്പേരിയും മറ്റൊക്കെ ഉണ്ടാക്കും. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇന്ന് വനിതാ ദിനം. എല്ലാ വനിതകളും എന്താ പറയുക, പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ അഭിമാനത്തോടെ എന്താ പറയേണ്ടത്, ഇന്നത്തെ കാലത്ത് എല്ലാ പെണ്ണുങ്ങളും പിന്നെ എല്ലാ നിലകളിലും എത്തി എന്നാണ് പറയുന്നതെങ്കിലും അത്രയൊന്നും എത്തിയിട്ടില്ലെങ്കിലും ഇത് നമ്മൾ മുസ്ലിം തിന്നു കേട്ടോ. ഇത് എങ്ങനെ ഉപ്പേരി വെക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമ്മളെ പപ്പായ ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ച് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയിട്ട് ഇങ്ങനെ കഴുകിയിട്ട് ഇതിലേക്കാണ് ഇത്ര ചെറുതായിട്ട് മുറിച്ച് എടുക്കാം. അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക, ഒരു സ്ക്രബ് ചെയ്തെടുക്കാമെന്ന് പറയുമല്ലോ, ചീകി എടുക്കാമെന്നൊക്കെ പറയും. അങ്ങനെ മേലെ ചീകി എടുക്കുമ്പോഴും അത് ചെറുതായിട്ട് നമുക്ക് കിട്ടുമല്ലോ, അങ്ങനെയും ചെയ്യാം. ഇതിങ്ങനെ ഞാനിങ്ങനെയാണ് ചെയ്യാറ്. ഇങ്ങനെ ആക്കിയിട്ട് ഇതിനകത്ത് ഇത് മുഴുവൻ ഇനി ഇതിൽ ചേർക്കുന്നത് ഉപ്പ്, കുറച്ച് മുളക് പൊടി നമ്മൾ വറവ് ഇടും ഇതിന്. അപ്പോൾ അതിൽ ചുവന്ന മുളക് ചേർക്കും, അതായാലും മതി, എന്നാലും ഒരു രസത്തിന് വേണ്ടി കുറച്ചത്. പിന്നെ മഞ്ഞൾപ്പൊടി, ഇത്ര മാത്രമേ ഇതിന് ചേർക്കണ്ടൂ. കുറച്ച് വെള്ളമാക്കിയിട്ട്, ലേശം വെള്ളമാക്കിയിട്ട് അടുപ്പത്തേക്ക് വെക്കാം. ഈ പപ്പായക്ക് ഞങ്ങൾ നാട്ടിലൊക്കെ, വയനാട്ടിലൊക്കെ ഞങ്ങൾ കർമൂസ് എന്നാണ് പറയുക, കർമൂസ്. പിന്നെ ഞാൻ വേറെ കേട്ടിട്ടുണ്ട്, ചിലരൊക്കെ പറയുന്നത് കപ്പളങ്ങ എന്ന് പറയും ചില ആൾക്കാർ. ചില ആൾ കപ്പങ്ങ എന്ന് പറയുന്നവരുണ്ട്. ചില പപ്പായ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷിലുള്ള പേരാണല്ലോ. അപ്പം അങ്ങനെ പല പേരുകളും പറയും. അപ്പോൾ നിങ്ങൾ ഏത് പേരാണ് പറയാമെന്നറിയില്ല. ഞങ്ങൾ കർമൂസ് എന്നാണ് പറയാറ്. വീട്ടിലൊക്കെ പറയുമ്പോൾ കർമൂസിൻ്റെ ഉപ്പേരി എന്നാണ് നമ്മൾ പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് പപ്പായ എന്ന് പറയാൻ കാരണം. ഇത് കുറച്ചും കൂടി ഉണ്ട് കേട്ടോ, അത് ഞാൻ അതിലേക്ക് ഇടും. അപ്പോൾ വീഡിയോന് വേണ്ടി അത്രയും ഇടുന്നത് കാണിച്ച് ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയാക്കിയത്. ഓക്കെ, ഇനി അത് വെന്തിട്ട് കാണിക്കാം. പപ്പായ മുറിച്ചടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളമാക്കിയിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് സ്റ്റവ് കത്തിക്കാം. സ്റ്റവ് കത്തിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കാണിക്കുന്നത് തേങ്ങ ചിരകുന്നതാണ്. തേങ്ങ ചിരകാൻ പോകാം. ഇതാണ് ചിരവ. ഇതിങ്ങനെ ഇവിടെ ഫിറ്റ് ചെയ്യുന്ന ചിരവ കേട്ടോ. പണ്ടത്തെ കാലത്തൊന്നും അങ്ങനെ ആയിരുന്നില്ല, നമ്മൾ ഇരുന്നിട്ടായിരുന്നു ചിരകിയിരുന്നത്. ഇപ്പോൾ എല്ലാവർക്കും ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ടായപ്പം നമ്മുടെ ചിരവയൊക്കെ ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് നിന്നിട്ട് ഇങ്ങനെ ചിരകാം. അങ്ങനെ ചിരവാം. അപ്പോൾ തേങ്ങ ചിരവട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. ഞാൻ തേങ്ങ ചിരകയാണ് നമ്മുടെ പപ്പായ തോരന് വേണ്ടിയിട്ട്. അപ്പം ഈ പപ്പായ എന്ന് പറയുന്ന സാധനമൊക്കെ ഒരു വിലയില്ലാത്തൊരു സാധനമാണ്. സാധാരണ ഞങ്ങളുടെയൊക്കെ നാട്ടിലുണ്ടായിരുന്നു വെച്ചാൽ നമ്മുടെ തോട്ടത്തിലൊക്കെ എന്തായാലും ഒരു 2-3 മരങ്ങൾ പപ്പായൻ്റെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ വല്ലപ്പോഴും ഒന്നും കറി വെക്കാൻ ഒന്നും കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് ഒന്നുമില്ലല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, എന്നാൽ പപ്പായ പറിക്കാം. അങ്ങനെയാണ് നമ്മൾ വല്ലപ്പോഴൊക്കെ പപ്പായ പറിക്കുക. പിന്നെ പഴുത്ത പപ്പായകളൊക്കെ കുറേ മരത്തിൻ്റെ മേലിൽ നിന്ന് വീണു പോവും. കുറേ മരത്തിൻ്റെ മേൽ തന്നെ നിന്നിട്ട് കിളികളും മറ്റും തിന്നു പോവും. അങ്ങനെ പപ്പായക്ക് ഒരു വിലയില്ലാതെ, അതേപോലെ ചക്ക പോലെ നമ്മുടെ നാട്ടിൽ ചക്ക എന്ന് പറഞ്ഞാൽ ആ ഒരു വിലയില്ലല്ലോ, ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. പണ്ട് നമ്മളെയൊക്കെ ചെറുപ്പകാലത്ത് മറ്റൊക്കെ പ്ലാവ് വീട്ടിലെ തോട്ടത്തിൽ ഒരു 5-8 പ്ലാവുകൾ എന്തായാലും ഉണ്ടാവും. അപ്പം പലതും പലതായിരിക്കും. വരിക്കച്ചക്ക, കൂവച്ചക്ക, പിന്നെ പഴഞ്ചക്ക, അങ്ങനെ പല പല ചക്കകളും പറയും. തേൻ വരിക്ക എന്നൊക്കെ പറയും. അപ്പം നല്ല ചക്കയാണെങ്കിൽ മാത്രമായാലും നമ്മൾ ചിലപ്പം ആരെങ്കിലും കിട്ടിയാൽ, ചിലപ്പോൾ മരത്തിൻ്റെ മേലൊക്കെയാണ് ചക്ക ഉണ്ടാകുന്നെങ്കിൽ പറപ്പിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ആരെങ്കിലും കയറ്റിയിട്ടൊക്കെ വേണം പറിക്കാൻ. അപ്പോൾ ആരെങ്കിലും പറപ്പിക്കാനൊന്നും കിട്ടിയില്ലെങ്കിൽ അത് വീണു പോകും. പിന്നെ ചില പ്ലാവിൽ നിറച്ചും ചക്കയായിരിക്കും, താഴെ വരെയും ചക്കയായിരിക്കും. അപ്പോൾ നമുക്ക് അതിനൊന്നും ആവശ്യമില്ല. അപ്പോൾ കുറേ ചക്കകളൊക്കെ മഴക്കാലമൊക്കെ ആകുമ്പം തെങ്ങല്ല
പ്ലാവിൻ്റെ ചുവട്ടിൽ വീണ് അടിഞ്ഞ് അങ്ങ് കുറേ അണുക്കളും ജീവികളുമൊക്കെ ആയിട്ട് അങ്ങനെ, പിന്നെ അണ്ണാൻ തിന്നിട്ടും പിന്നെ വേറെ എന്തെങ്കിലും ജീവികളൊക്കെ വന്ന് തിന്നിട്ട് പക്ഷികൾ തിന്നിട്ടും ഒക്കെ ആയിട്ട് അങ്ങനെ വീണ് അടിഞ്ഞു പോകുന്ന ഒരു ഇതാണ് ചക്കേൻ്റെ അവസ്ഥ. പക്ഷേ ഇവിടെ ഇപ്പം പൂനെയിലായതിനു ശേഷം ഞങ്ങൾക്ക് ചക്ക എന്ന് പറഞ്ഞാൽ വളരെ ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. അങ്ങനെ കിട്ടാനില്ലല്ലോ. അപ്പം ചക്ക പഴുത്തിട്ടൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അവരുടെ അടുത്ത് പോയി നിന്നിട്ട് ആദ്യമേ അത് ഇരിഞ്ഞ് വെച്ച ചക്കയൊക്കെ ആണെങ്കിൽ ചിലപ്പം ഈച്ചയൊക്കെ വന്നതായിരിക്കും. അപ്പം നമ്മൾ ഡയറക്റ്റ് അവരോട് പറഞ്ഞിട്ട് അപ്പം തന്നെ അവർ ഇരിഞ്ഞ് നമ്മൾ കവറിലേക്ക് ഇട്ട് തരും. അങ്ങനെ ആകുമ്പോൾ ഓരോ ഒരു കിലോ ചക്കയ്ക്ക് തന്നെ ഇരിഞ്ഞിട്ട ചുളകളാണ് കേട്ടോ. അതിന് തന്നെ 100 രൂപയിൽ മേലെയൊക്കെ വിലയുണ്ട്. അപ്പോൾ നമ്മൾ ആലോചിക്കും നമ്മുടെ നാട്ടിൽ എത്ര നമ്മൾ വീണ് പോകുന്ന ചക്ക, പക്ഷേ ഇവിടെ നമ്മൾ ഇത്രയും വില കൊടുത്തിട്ടാണല്ലോ ചക്ക വാങ്ങുന്നതെന്നൊക്കെ. അപ്പോൾ ഞാൻ എന്തായാലും തേങ്ങ ചിരകട്ടെ. നമ്മളുടെ പപ്പായ ഉപ്പേരി റെഡിയായിട്ടുണ്ട്. ഞാൻ ഇതിൽ തേങ്ങയൊക്കെ ഇട്ടു കേട്ടോ. തേങ്ങയൊക്കെ ഇട്ടു. ഇതിലേക്ക് കടുവും കരിവേപ്പിലയും മുളകൊക്കെ വറവിടണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ പപ്പടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പപ്പടത്തിൻ്റെ കളർ കണ്ടോ, ഇത് റാഗി പപ്പടമാണ്, ഇത് അരിപ്പപ്പടവും. ഇതിൻ്റെ ശരിക്കുള്ള വറക്കുന്നതിന് മുമ്പേയുള്ള രൂപം എന്ന് പറഞ്ഞാൽ ഇതാണ് അരിപ്പപ്പടം. അത് ചെറിയ റൗണ്ട് ആയിട്ടുള്ള ചെറിയ പപ്പടം, ജീരകമൊക്കെ ഉണ്ട് അതിനകത്ത് കണ്ടോ, അങ്ങനെയുള്ള പപ്പടം. റാഗി പപ്പടം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ്, ഇത്രയും വലിപ്പമുണ്ട്. ഇതാണ് റാഗി പപ്പടം. ഇത് പക്ഷേ ഫുള്ളായിട്ടൊന്നും നമുക്ക് ഈ ചീനച്ചട്ടിയിലൊന്നും വറുത്തെടുക്കാൻ പറ്റില്ല, എത്രയോ എണ്ണ വേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഇതിനൊക്കെ പൊട്ടിച്ചിട്ടാണ് വറുത്തത്, പീസാക്കി. അപ്പോൾ അത് ചുരുണ്ടൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ നല്ല ടേസ്റ്റാണ് ഇട്ടത്. ഇതാണ് നമുക്കിതിൻ്റെ കൂടെ ഇന്ന് കഴിക്കാനുള്ളത്. അപ്പോൾ ഇതിന് വറവ് ഇടാൻ വേണ്ടി പോവുകയാണ്. കടുക് കരിവേപ്പിലൊക്കെ നമ്മൾ സാധാരണ വറവിടുന്ന പോലെ തന്നെ അത് കാണിക്കാം. നമ്മൾ പപ്പായ ഉപ്പേരി, കടുക്, ഉഴുന്ന് പരിപ്പ്, ഉണക്കമുളക്, കരിവേപ്പില നമ്മൾ വറവിടാൻ പോവുകയാണേ ചീനച്ചട്ടിയിലേക്ക്. കടുകൊക്കെ എപ്പോഴും നമുക്കൊരു കൈയളവാണ്. കടുക് പൊട്ടിത്തുടങ്ങി. ഈ പപ്പായയുടെ തോരനും, പപ്പായ തോരൻ അല്ലെങ്കിൽ പപ്പായ ഉപ്പേരിയും ചോറും മാത്രം മതി നമുക്ക് ഊണ് കഴിക്കാൻ. വേറെ കറികളൊന്നും ആവശ്യമില്ല. ഞങ്ങൾ ഈ പപ്പായയുടെ ഉപ്പേരി വെക്കുന്ന ദിവസങ്ങളിലൊക്കെ വേറെ കറികൾ ഉണ്ടാക്കാറില്ല, ഇത് മാത്രം. ഇത് കുറച്ച് നല്ലോണം ഉണ്ടാക്കും, ചോറ് കുറച്ച് കുറവ്, കുറച്ച് ചോറും കുറേ തോരനും. അങ്ങനെയാണ് നമ്മൾ ഇത് പൊട്ടിക്കഴിഞ്ഞിട്ടും ഇതിനകത്ത് ഉഴുന്ന് പരിപ്പ്, ഉഴുന്ന് പരിപ്പിനിടുക. എല്ലാ ദിവസവും നമുക്ക് ഒഴിച്ചു കൂട്ടാൻ വേണം, 2-3-4 കറികൾ വേണം, അങ്ങനെ യാതൊരു നിർബന്ധവും ഞങ്ങൾക്കില്ല. ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ഇത് പപ്പായ വെക്കുന്ന ദിവസങ്ങളിൽ, അല്ലെങ്കിൽ ചീരേൻ്റെ ഉപ്പേരിയൊക്കെ വെക്കുന്ന സമയത്ത് ഞങ്ങൾ ചീര ഉപ്പേരിയും ചോറും മാത്രം, വേണമെങ്കിൽ അച്ചാറും പപ്പടം എടുക്കുന്നല്ലാതെ ഒഴിച്ച് കറികളൊന്നും ഉണ്ടാവില്ല. ഇനി അങ്ങനെ നിർബന്ധം ഉണ്ടെങ്കിൽ തൈരോ മറ്റോ കൂട്ടുന്നല്ലാതെ കഴിക്കും. അല്ലാതെ വേറെ ബീൻസിൻ്റെ ഉപ്പേരി അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ മോരുകറിയോ സാമ്പാറോ എരിശ്ശേരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. ഇത് കണ്ടോ, ഇങ്ങനെ ചുവന്ന് വന്നിട്ടുണ്ട്. ചുവക്കല്ല, അത് ബ്രൗൺ കളർ. അപ്പോൾ സമയമായി. ഇനി ചുവന്ന മുളക് ഇതിനകത്തേക്കിടുക. ഇതിൻ്റെ കൂടെ തന്നെ ഈ കരിവേപ്പില, ഇത് നമ്മുടെ വീട്ടിലുണ്ടായ കരിവേപ്പിലയാണ്. കരിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പൊട്ടിത്തെറിയും ബഹളമൊക്കെയാണ്. വറവായിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് വറവിട്ട് കഴിഞ്ഞ് നല്ല രസമാണ്. അതിങ്ങനെ ഇളക്കി എല്ലാ സ്ഥലത്തേക്കും വെക്കണം. പിന്നെ ഈ പപ്പടമൊക്കെ എടുത്ത് ഇതിൻ്റെ പപ്പടത്തിൻ്റെ പാത്രം ഇതിലൊക്കെ ഇങ്ങനെ ഇട്ട് വെക്കും. വെള്ളപ്പപ്പടം കണ്ടില്ല അല്ലേ? വെള്ളപ്പപ്പടവും ചുവന്ന പപ്പടമൊക്കെ നമ്മൾ ഇതിലേക്ക് ഇട്ട് വെക്കും. അപ്പോൾ നമ്മൾ ഉപ്പേരിയായി. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെക്കാം. അപ്പോൾ നമ്മുടെ ചോറും കറിയും തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പപ്പായ ഉപ്പേരിയുടെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മളുടെ വനിതാ ദിനത്തിൽ പപ്പായ ഉപ്പേരിയും ചോറും, അച്ചാറ് വേണമെങ്കിൽ അച്ചാറ്, അല്ലെങ്കിൽ പപ്പടം ഒക്കെ കൂട്ടി നമ്മളിന്ന് വനിതാ ദിനം ആഘോഷിക്കുകയാണ്. അപ്പം ഞാനും മോളും മാത്രമേ ഇന്ന് വീട്ടിലുള്ളൂ. ഭർത്താവ് വേറെ ഒരു നാടകത്തിൻ്റെ റിഹേഴ്സലിൻ്റെ ആവശ്യത്തിന് വേണ്ടി പുറത്തേക്ക് പോയിട്ടുണ്ട്. മോൻ അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് കറങ്ങാൻ എൻജോയ് ചെയ്യാനൊക്കെ അവനും പോവാം.
അപ്പോൾ ഞാനും മോളും മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 വനിതകൾ മാത്രമേ വീട്ടിലുള്ളൂ. അപ്പോൾ ഞങ്ങൾ വനിതാ ദിനം ഇങ്ങനെ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അതാണ് ഇന്നത്തെ ദിവസം. അപ്പോൾ ഞങ്ങളിങ്ങനെ ആലോചിച്ചു, നമുക്കൊരു വീഡിയോ ചെയ്താലോ. മോള് ചോദിച്ചു, നമുക്കൊരു വീഡിയോ ചെയ്താലോ വനിതാ ദിനത്തെക്കുറിച്ച്. അമ്മയുടെ അഭിപ്രായവും മോളുടെ അഭിപ്രായവും 2 തലമുറകളുടെ അഭിപ്രായങ്ങളെ പറഞ്ഞുകൊണ്ട് നമുക്കൊരു വീഡിയോ ചെയ്താലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇത് നല്ല കാര്യം, നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ പഴയ തലമുറയും അവൾ പുതിയ തലമുറയല്ലേ, അപ്പോൾ അവർ തമ്മിലുള്ള ഡിഫറൻസ്, സ്ത്രീകളുടെ ചിന്താഗതികൾ തമ്മിലുള്ള ഡിഫറൻസ് നമുക്കൊരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ വീഡിയോയുമായിട്ട് ഞങ്ങൾ വരാം. ഓക്കെ.